അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ദേവി എന്നു തന്നെയാണ് മൂകാംബികയുടെ അന്തരാർത്ഥം. ജഗദാംബികയും വിദ്യാംബികയുമായ മൂകാംബിക ദേവിയുടെ മുന്നിൽ വിദ്യാരംഭം നടത്തുക എന്നത് ഒരു മഹാഭാഗ്യമാണ്. ഇതാണ് മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപം. ഇവിടെ ദിവസവും രാവിലെ ഏകദേശം 6:45 തുടങ്ങി ഉച്ചയ്ക്ക് 1 മണി വരെ വിദ്യാരംഭം നടത്തും. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സേവാ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് വഴിപാട് കൗണ്ടറുണ്ട്. അവിടെ പോയി 200 രൂപ അടച്ച് നമ്മൾ റെസിപ്റ്റ് എടുക്കണം. വിദ്യാരംഭത്തിൻ്റെ ആ റെസിപ്റ്റായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ അപ്പോൾ ഒരു പണ്ഡിത്ത് ഉണ്ടാവും. ആ പണ്ഡിത്ത് ഒരു സഹായം ഉണ്ടാവും. ആ ചേട്ടൻ്റെ കയ്യിലേക്ക് ആ റെസിപ്റ്റ് കൊടുക്കണം. ഒരു സമയം 4 പേരെ ഇരുത്തിയിട്ടാണ് 2 വശത്തും 2 പേരെ വീതം ഇരുത്തി 4 പേർക്കാണ് വിദ്യാരംഭം നടത്തുക. ബാക്കിയുള്ളവരപ്പോൾ അത്ര നേരം വെയിറ്റ് ചെയ്യണം. ആദ്യം നമ്മളോട് പറയാം, നല്ല സദ്ബുദ്ധിക്കും സദ്വിദ്യയ്ക്കും വേണ്ടി മൂകാംബിക ദേവിയുടെ നന്നായി പ്രാർത്ഥിക്കാൻ പറയും. അതിനുശേഷം നമ്മൾ നമ്മുടെ പേരും നാളും പറഞ്ഞ് റെസിപ്റ്റ് കൊടുക്കണം. അതിനുശേഷം അച്ഛനമ്മമാരുടെ മടിയിൽ കുട്ടികളെ ഇരുത്താനായിട്ട് നമ്മളോട് പറയും. ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ നമ്മളോട് ഏറ്റുപറയാൻ പറഞ്ഞിട്ട് നമുക്ക് അരിയുള്ള തട്ടം തരും. അതിനൊപ്പം എഴുതാനായിട്ട് ഒരു മഞ്ഞളിൻ്റെ കഷ്ണം ഉണ്ടാവും. ഇതിനുശേഷം മഞ്ഞൾ നമ്മളോട് കയ്യിലെടുത്ത് പിടിച്ച് പറഞ്ഞു തരുന്നത് എഴുതാൻ പറയും. മാതൃഭാഷയിൽ നമുക്കത് എഴുതാം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുഭ്യോ നമഃ. ആ ആ ഇ ഉ ആ ആ 5 നമ്പേഴ്സ് എടുക്കുന്നു. 1 2 3 4 5. A B C D E 5 ലെറ്റർ എഴുതുന്നു. A B C D E അവിഘ്നമസ്തു എഴുതിയിട്ടുണ്ട്. ഞാൻ 21 വർഷത്തിന് ശേഷവും കുട്ടികളെ ആദ്യമായിട്ടാണ് മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നത്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ മറന്നായിരുന്നു. അതായിട്ട് മുണ്ടെടുത്തിരിക്കണമായിരുന്നു. അവർ പറഞ്ഞില്ല, എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യണമായിരുന്നു. പിന്നെ ഷർട്ട് ഊരണമായിരുന്നു. അതൊക്കെ മറന്നു. അമ്മയെ കാണാനുള്ള സന്തോഷത്തിൽ ഞങ്ങൾ ആരും അതൊന്നും ഓർത്തില്ല. ആ നിമിഷം വരെ ഓർത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് ഓർക്കണത്.
അവസാനം നമ്മുടെ കയ്യിലൊരു മോതിരം ഉണ്ടായിരിക്കണം. ഞാൻ എടുത്തില്ലായിരുന്നു, അമ്മ തരിക ചെയ്തത്. ആ സ്വർണ്ണ മോതിരം കൊണ്ട് പണ്ഡിത്ത് കുട്ടികളുടെ നാവിലെഴുതും. വിദ്യാരംഭത്തിന് ഏജ് ലിമിറ്റ് ഇല്ല കേട്ടോ. എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാം. നമ്മുടെ മരണം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യണത്. പ്രാർത്ഥന ചെയ്തതല്ല. ഓം നമസ്തേ ശാരദാ ദേവി കാശ്മീരപ്രവാസിനി മാമഹം പ്രാർത്ഥയേ നിത്യം വിദ്യാബുദ്ധിം ച ദേവി. അതിനുശേഷം നമുക്ക് കുങ്കുമപ്പൊട്ട് തൊട്ട് തന്ന് നമ്മളെ അനുഗ്രഹിക്കും. അതിനുശേഷം നമ്മൾ ദക്ഷിണ നൽകണം. അപ്പോൾ നമ്മളെ അനുഗ്രഹിക്കും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടിമരത്തിൻ്റെ മുമ്പിൽ പോയി ദേവീനെ മനസ്സിൽ വിചാരിച്ച് നമസ്കരിക്കണം. അച്ഛനും അമ്മയും കുട്ടികളും നമസ്കരിക്കണം. അതിനുശേഷം നമ്മൾ ആ സരസ്വതി മണ്ഡപത്തിൽ നിന്ന് എണീറ്റ് വന്ന് കാണുന്ന കൊടിമരവും ദീപസ്തംഭം കണ്ടോ, അവിടെ ചെന്ന് അച്ഛനും അമ്മയും കുട്ടിയും നന്നായിട്ട് നമ്മുടെ ദേവീനെ വിചാരിച്ച് നമസ്കരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് വിദ്യാരംഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ വന്നത് ഇടദിവസമായതുകൊണ്ട് തിരക്കൊട്ടും ഉണ്ടായിരുന്നില്ല. അത്രയും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തൊഴാനായിട്ട് സാധിച്ചു. കുറേ വിശേഷങ്ങൾ ഈ യാത്രയിൽ ഇനിയും പങ്കുവയ്ക്കാനുണ്ട്. അത് അടുത്ത വീഡിയോകളിലായിട്ടൊക്കെ ചെയ്യാം. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.